ഹലോ മക്കളെ, അപ്പൊ എല്ലാവരും എന്താണ് ടീനേജ് കാലഘട്ടത്തിലൂടെ നല്ല അടിപൊളിയായിട്ട് സഞ്ചരിക്കുകയാണെന്ന് അറിയാം. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ചില സ്വപ്നങ്ങൾ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതുമായിരിക്കാം. ഒരു നല്ല ഡോക്ടർ ആവുക അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ ആവുക എന്നുള്ള സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇരിക്കുന്നവരാണോ നിങ്ങൾ? അല്ല റിജു സാറേ, അതൊക്കെ നിങ്ങൾ ഈ 10ാം ക്ലാസ് തൊട്ട് പറയേണ്ട ആവശ്യം. ചെറിയൊരു കാര്യമുണ്ട്. ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര ശരിക്കും ആരംഭിക്കുന്നത് 10ാം ക്ലാസ് വെച്ചിട്ടാണ്. ഒരു പക്ഷേ കുട്ടികളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീറ്റ് അതേപോലെ തന്നെ JEE എക്സാമുകളെ പറ്റി. ഇതെന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നമുക്കറിയാം, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസ്, IIT അതേപോലെ തന്നെ NIT തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ കേരളവും ഉത്തരേന്ത്യൻ സംസ്ഥാനം നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കൂടുതൽ നേടുന്ന വിദ്യാർത്ഥികൾ അധികവും നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികളുണ്ട്, പക്ഷേ നമ്പർ പ്രകാരം കുറച്ചുകൂടി കൂടുതലുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന് കാരണം എന്ന് ഡാൻസർ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ഈ നോർത്ത് ഇന്ത്യൻസ് അവർ നേരത്തെ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. അവർ സ്കൂൾ തലം മുതൽ എന്ത് ചെയ്യും, ഇതുപോലുള്ള കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. സോ അതാണ് ഇതിന്റെ മെയിൻ ഒരു ഡിഫറൻസ്. യെസ്, അത് തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതും. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ, അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോകുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള എക്സാമുകളെ ക്രാക്ക് ചെയ്യാനുള്ള പരിശീലനം നേടാം. അതായത് അതിനെയാണ് ശരിക്കും നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 +2 സ്റ്റേറ്റ് സിലബസിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള പരിശീലനങ്ങളോട് നേടുന്ന സ്കൂളുകളെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അതായത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് +1 +2 സ്റ്റേറ്റ് സിലബസും കവർ ചെയ്യും. അതിന്റെ കൂടെ ഇത്തരം എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കോച്ചിങ്ങും അവർ തരും. ആണെങ്കിൽ എജുപോർട്ടിന്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ് അതിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ നിങ്ങൾക്കൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കും. പലപ്പോഴും കുട്ടികൾ ദിശാബോധം അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് നമ്മൾ +1 +2 ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. അതൊക്കെ മാറണം. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാഴ്ചപ്പാടും മാറി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറഞ്ഞു. അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കോൺടാക്ട് ചെയ്യുക. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നമ്മളെ എജുപോർട്ടിന്റെ JEE റിസൾട്ട് വന്ന സമയത്ത് തന്നെ അതിൽ കുറേ കുട്ടികൾ അവർ റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റീറിപ്പീറ്റേഴ്സ് ആയ സമയത്തായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഇത് +1 +2 കൂടെ പഠിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഈ ഒരു ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നിങ്ങൾ ആർക്കെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നം ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൂടെ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ അതിനായിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.